സാർ, ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലെ സംഘർഷാവസ്ഥയ്ക്കിടയിൽ CPM-ന്റെ നേതാവായ M. സ്വരാജിൻ്റെ ഒരു പോസ്റ്റ് കാണുന്നുണ്ട്, യുദ്ധവും സമാധാനവും. അതിൽ അദ്ദേഹം യുദ്ധത്തിൻ്റെ കെടുതികളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. സാറിൻ്റെ അഭിപ്രായം എന്താണ് അതിൽ? അല്ല, അതിൽ ഈ പറയുന്ന M. സ്വരാജിനെ കുറിച്ച് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ അതൊന്ന് പരാമർശിച്ചിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം 2 പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ഒന്ന് യുദ്ധവും സമാധാനവും എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റാണ്. ആ പോസ്റ്റ് തുടങ്ങുന്നത് അന്ന് രാവിലെ സുമാർ 9 മണിക്ക് സേവാനഗറിലെ തൻ്റെ ഒറ്റമുറി സർക്കാർ ക്വാർട്ടറിൽ വെച്ച് ശ്രീധരൻ ഉണ്ണി ഇല്ലാതായി എന്ന് പറഞ്ഞിട്ടാണ്, സർക്കാർ ക്വാർട്ടേഴ്സിൽ വെച്ച്. അത് പ്രശസ്തനായ സാഹിത്യകാരൻ M. മുകുന്ദൻ്റെ ഡൽഹി ഗാഥകൾ എന്ന നോവലിൽ ശ്രീധരൻ ഉണ്ണി എന്നൊരു കഥാപാത്രത്തിൻ്റെ മരണം ഇങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കാര്യമായ രോഗങ്ങളൊന്നുമില്ലാതെ ആരോഗ്യവാനായി ജോലി ചെയ്ത് ജീവിക്കുന്നതിനിടയിലാണ് തൻ്റെ 39-ാമത്തെ വയസ്സിൽ ശ്രീധരൻ ഉണ്ണി ഹൃദയം തകർന്ന് മരിക്കുന്നത്. മരണകാരണം ഡൽഹി ഗാഥകളിൽ M. മുകുന്ദൻ ഇങ്ങനെ വിശദീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റ് പോകുന്നത്. അതിന് അദ്ദേഹം ഒരു വിശദീകരണക്കുറിപ്പ് കൂടിയിട്ടുണ്ട്. അതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് യുദ്ധാസക്തരുടെ വിലാപങ്ങൾ അപ്രതീക്ഷിതമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇട്ടേക്കുന്നത്. ഇതിൽ അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റിൽ ഒരു വിധത്തിലുള്ള അനൗചിത്യവും ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ് ആദ്യമേ തന്നെ പറയട്ടെ. ഞാൻ M. സ്വരാജിനെ പുകഴ്ത്തുകയോ അല്ലെങ്കിൽ CPM-നെ പുകഴ്ത്തുന്ന ഒരാളല്ല എന്നുള്ളത് എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ M. സ്വരാജ് ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റിൽ അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ യുദ്ധം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും യുദ്ധം നമ്മുടെ അതിർത്തിയിലെ പൂരമായി കാണുകയും ചെയ്യുന്ന ആളുകൾ കേരളത്തിലുണ്ട് എന്ന് പറയുന്നത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ വലിയ ആവേശത്തോടു കൂടി അതിനെ സമീപിക്കും. അതിൽ ഈ പറയുന്ന അതിർത്തിയിലെ പൂരമായി കാണുക എന്ന് മാത്രമല്ല, അതൊരു മോബ് സൈക്കോളജിയാണ്. നമുക്ക് പലപ്പോഴും ഇപ്പോൾ ഒറ്റയ്ക്ക് നമുക്ക് ഒരാളെ ആക്രമിക്കാൻ ഭയമായിരിക്കും. പക്ഷേ നമ്മളൊരു 50 പേരുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരാളെ ആക്രമിക്കാനോ ചിലപ്പോൾ ഒരു കള്ളനെ കിട്ടിയാൽ തല്ലാനോ ഒന്നും നമുക്ക് വലിയ മടിയുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലൊരു മോബ് സൈക്കോളജിയുടെയും ഈ പറയുന്ന പോലെ യുദ്ധപറിയുടെയും യുദ്ധക്കൊതിയുടെയും ഒക്കെ കാര്യങ്ങളുണ്ട്. അതിൽ ഒരിടത്ത് പോലും M. സ്വരാജ് പറഞ്ഞിട്ടില്ല ഇന്ത്യ കാണിക്കുന്നത് യുദ്ധപറിയാണെന്നോ ഇന്ത്യ കാണിക്കുന്നത് യുദ്ധക്കൊതിയാണെന്നൊന്നും കാണിച്ചിട്ടില്ല. M. സ്വരാജ് ഇന്നിട്ടേക്കണ പോസ്റ്റിൽ അദ്ദേഹം വീണ്ടും പറയുന്നത് ഇന്ത്യ ഇപ്പോഴും ഒരു യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു യുദ്ധം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. ഇന്ത്യയുടെ ഗതികേട് കൊണ്ടും പാകിസ്ഥാൻ്റെ അതിക്രമം കൊണ്ടും ഈ പറയുന്ന പോലെ ബോർഡർ ടെററിസത്തിൻ്റെ അതിക്രമം കൊണ്ടും ഒക്കെ തന്നെയാണ് ഇന്ത്യ അത്തരത്തിലുള്ള ഒരു യുദ്ധത്തിന് വേണ്ടി പോകുന്നത് എന്ന് തന്നെയാണ് ഈ പറയുന്ന M. സ്വരാജ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ വിമർശനം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബഹുഭൂരിപക്ഷം ആളുകളും ഈ പറയുന്ന യുദ്ധം എന്ന് കേൾക്കുമ്പോൾ ആഹാ എന്ന് പറയുകയും അത് അതിർത്തിയിൽ നടക്കുന്ന ഒരു പൂരമായി കാണുകയും സ്വന്തം വീടിൻ്റെ മുറ്റത്ത് മിസൈൽ വന്ന് വീഴാത്തിടത്തോളം സ്വന്തം കുഞ്ഞുങ്ങൾ യുദ്ധത്തിൽ വധിക്കപ്പെടാത്തിടത്തോളം കാലം നമുക്കിതൊരു അതിർത്തിയിലെ പൂരമായി തോന്നും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ എല്ലാ രാജ്യങ്ങളിലും യുദ്ധം നടക്കുമ്പോൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഒരു കളികളിൽ പോലും അതുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പാകിസ്ഥാനുമായിട്ട് ഒരു ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമുക്ക് മറ്റേതെങ്കിലും രാജ്യവുമായിട്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഇന്ത്യ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാനിലൊരു 11 കളിക്കാരുടെ ഒരു ഗെയിമായിട്ടല്ല നമ്മളതിനെ കാണുന്നത്, പകരം നമ്മളൊരു ശത്രു രാജ്യം നമ്മൾക്കെതിരെ കളിക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അത്തരത്തിൽ ഒരു ദേശീയത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു തീവ്ര ദേശീയത എന്ന് പറയുന്നത് കുറച്ചുകൂടി ആളുകളിലേക്ക് കൃത്യമായി കടത്തിവിടുക എല്ലാ ഭരണകൂടവും ശ്രമിക്കുന്ന ഒരു സമയമാണ്. അതിപ്പോൾ എല്ലാ ലോകത്ത് യുദ്ധം ഉണ്ടാകുമ്പോഴൊക്കെ ഏത് ഭരണകൂടവും ചെയ്യും, നാളെ CPM അധികാരത്തിലിരുന്നാലും ചെയ്യും എന്നുള്ളതൊക്കെ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഈ പറഞ്ഞ പോസ്റ്റ് മാത്രം എടുത്തു വെച്ച് നോക്കിയാൽ അതിനകത്തൊരു തെറ്റും പറയാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹം ഫലസ്തീനെ അനുകൂലിച്ചതും അതുപോലെ തന്നെ പഹൽഗാം ആക്രമണം നടത്തിയപ്പോൾ അദ്ദേഹം പോസ്റ്റ് ഇടാത്തതുമൊക്കെ ആളുകൾ വിവാദം ആക്കുന്നുണ്ട്. കാരണം ആ സമയത്ത് എന്താണ് നിങ്ങൾക്ക് പോസ്റ്റ് ഇടാൻ തോന്നാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിലൊന്നും വലിയ കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് പോസ്റ്റ് ഇടാൻ പറ്റിയില്ലെന്നിരിക്കും. ചില ദിവസങ്ങളിൽ ഞാൻ തന്നെ 2-3 ദിവസങ്ങളിൽ വീഡിയോ എടുക്കാതിരുന്നിട്ടുണ്ട്, മറ്റു ചില തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ വികാരം ഈ പറയുന്ന പോലെ അനുകൂലമാണെന്നോ പ്രതികൂലമാണെന്നോ ഒന്നും ആളുകൾക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല. നമ്മൾ വളരെ ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു മൗനം അവലംബിച്ചതാണെന്നൊന്നും കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് വ്യക്തിപരമായി വളരെ കൃത്യമായി ഈ M. സ്വരാജിൻ്റെ പോസ്റ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അതിനകത്ത് ഒരു തെറ്റും കണ്ടെത്താൻ കഴിയില്ല. പിന്നെ ഇത് വിവാദമായത് എങ്ങനെയാണെന്ന് അറിയുമോ ഷിബിലി? ഇത് വിവാദമായത് അദ്ദേഹം തന്നെ ഈ 2ാമത്തെ പോസ്റ്റിൽ പറഞ്ഞേക്കുന്നൊരു കാര്യം, ആദ്യത്തെ പോസ്റ്റ് ഞാൻ ഇടുമ്പോൾ എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു എന്നാണ്. ആശങ്ക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റ് ഇടുമ്പോൾ സംഘപരിവാറുകാരെക്കാരും ഇതിനെ അനുമോദിച്ചാൽ നമ്മൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു എന്ന് പറഞ്ഞാൽ
ഇന്ത്യൻ രാജ്യത്തെയും അതുപോലെ പട്ടാളത്തെയും ഒക്കെ പുകഴ്ത്തിക്കൊണ്ടൊരു പോസ്റ്റ് ഇടുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകും എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അദ്ദേഹം അങ്ങോട്ട് ഇട്ടതാണ് എന്ന് അദ്ദേഹം കളിയാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നീട് അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷത്തുള്ള ചില ആളുകൾ, അവർ പ്രഖ്യാപിത ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകൾ പോലും ഈ യുദ്ധപറയിൽ പങ്കെടുത്തു പോയ ആളുകളാണ്, അവർ പോലും ഇതിനെതിരെ വിമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു വിമർശനമാണ്. പിന്നെ ഇത് വലിയ തോതിൽ വ്യാപകമായി പ്രചരിക്കാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഇങ്ങനെ ഈ പറയുന്ന മനുഷ്യസ്നേഹവും മനുഷ്യത്വവും ഒക്കെ പ്രകടിപ്പിക്കുന്ന എം സ്വരാജ് അദ്ദേഹത്തിൻ്റെ ആളുകൾ പലപ്പോഴും കണ്ണൂരിൽ നടത്തുന്ന കൊലപാതകങ്ങളൊക്കെ നിർത്തിക്കൂടെ, ഈ അടുത്തുണ്ടായിട്ടുള്ള ചില സംഭവങ്ങളുമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലും എബിൻ വർക്കിയെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അത്തരത്തിൽ എം സ്വരാജിൻ്റെ ഈ പോസ്റ്റിനെ ഒന്ന് ട്രോളാനും വലിയ കടുത്ത രീതിയിൽ വിമർശിക്കാനും ഒക്കെ അത് കാരണമായി എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. മറുനാടൻ ഷാജൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോ ഉണ്ട്. അവൻ്റെ അമ്മയുടെ മനുഷ്യത്വം എന്നോ എന്തോ പറഞ്ഞിട്ടുള്ളൊരു തമ്പാണ്. ആ തമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും വിമർശിക്കേണ്ട ഒരു കാര്യം ഇതിനകത്തില്ല. പക്ഷേ CPM എല്ലാ കാലത്തും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിമർശിക്കപ്പെട്ടതിൻ്റെ ചില ഭാഗങ്ങളും കൂടി ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയും ചൈനയും തമ്മിൽ ആക്രമണം ഉണ്ടായപ്പോൾ CPMൻ്റെ നിലപാട് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ചൈന ഇന്ത്യ ആക്രമിച്ചതല്ല, നെഹ്റു കള്ളം പറയുന്നതാണ്, പകരം ഇന്ത്യ ചൈനയെ കയറി അങ്ങോട്ട് ആക്രമിച്ചതാണ് എന്നൊക്കെ പറയുന്ന ചില വിവരക്കേടുകളൊക്കെ പണ്ട് കാലത്ത് ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല. ഞാനിപ്പോൾ ഒരു മെറിറ്റ് ബേസായി കാര്യങ്ങൾ നോക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ട് ഒരു കാര്യങ്ങൾ നോക്കുന്ന നിലക്ക് ഈ രണ്ട് പോസ്റ്റുകളും എടുത്ത് വെച്ച് വായിച്ചാൽ അതിൽ കൃത്യമാണ് കാര്യങ്ങൾ. കാരണം നമ്മളൊരു യുദ്ധം എന്ന് പറയുന്നത് നിരവധി സാധാരണക്കാരായ മനുഷ്യർക്ക് കൂടി ദുരന്തമുണ്ടാകുന്ന, അവരുടെയൊക്കെ ജീവിതത്തെ കൂടി ബാധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും യുദ്ധം എന്ന് പറയുന്നത് ഒരു വേണ്ടതാണ്. അതിനോട് ആവേശമുണ്ടാകുന്നത് അല്ലെങ്കിൽ അത് വേണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ തെറ്റാണ്. അത്തരത്തിലൊരു പൊതുബോധവും പൊതുമനസ്സും ഒക്കെ നമ്മുടെ ചുറ്റുപാടും ഉണ്ടായി വരുന്നുണ്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിമർശനത്തെ വളരെ ക്രിയേറ്റീവായി വളരെ കൺസ്ട്രക്റ്റീവായ ഒരു വിമർശനമായി എടുക്കാനാണ് എനിക്ക് താല്പര്യം. ഇപ്പം സാർ ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. സാറിൻ്റെ നിലപാട് എന്താണ്? യുദ്ധം വേണം എന്നാണോ വേണ്ട എന്നുള്ളതാണോ? അല്ല, ഇപ്പോൾ ഇന്ത്യ നടത്തുന്ന ഒരു ആക്രമണത്തെ നമ്മളൊരു പ്രത്യാക്രമണം അല്ലെങ്കിൽ ഒരു പ്രതികാരമായി കണ്ടാൽ മതി. അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം നമ്മളിപ്പോൾ അവരെ തിരിച്ച് അവരുടെ ടെററിസ്റ്റ് ബേസുകളൊക്കെ തന്നെ ആക്രമിക്കുമ്പോൾ ഇന്ത്യ ചെയ്യുന്നത് അങ്ങേയറ്റം ശരിയായ ഒരു കാര്യമാണ്. കാരണം അവിടെയുള്ള സാധാരണ സിവിലിയൻസിനൊന്നും ഒരു കുഴപ്പമുണ്ടാവാതെ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ടെററിസ്റ്റുകൾക്ക് വേണ്ടി പാകിസ്ഥാൻ പണിത് കൊടുത്തിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളിലാണ് ഇന്ത്യ ആക്രമിച്ചിട്ടുള്ളത്. അത് ശരിയാണ്. അത് നമ്മൾ അത്തരത്തിലൊരു അടിക്ക് തിരിച്ചടി കൊടുക്കേണ്ടതാണ്. അത് മൻമോഹൻ സിംഗിൻ്റെ കാലത്തും അതുപോലെ തന്നെ വാജ്പേയിയുടെ കാലത്തൊന്നും അങ്ങനെ വലിയ തിരിച്ചടികൾ കൊടുത്തിട്ടില്ല. പക്ഷേ നരേന്ദ്രമോദിയാണ് ഇപ്പോൾ ഭരിക്കുന്നത്, അതുകൊണ്ട് തിരിച്ചടി കുറച്ചുകൂടി കടുത്തതായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. ഇന്ദിരാഗാന്ധി ഭരിച്ചപ്പോഴും അതുപോലെ തന്നെയുള്ള തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ തിരിച്ചടികൾ കൊടുക്കണം എന്ന് പറയുന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അല്ലാതെ കയ്യും കെട്ടി നിന്ന് അടിമേടിച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ പോകാൻ കഴിയില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ചും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെക്കുറിച്ചും ഒക്കെ നമുക്ക് വലിയ അഭിമാന ബോധമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തിരിച്ചടിക്കേണ്ടതാണ്. പക്ഷേ ഷിബിലി അറിയേണ്ടത് ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് വാറിലേക്ക് പോവുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായിട്ടുള്ള വാറ് തന്നെ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിനെ, ഇന്ത്യയുടെ വളർച്ചയെ എത്രത്തോളം പുറകോട്ടടിപ്പിച്ചു, നമ്മുടെ ഇക്കോണമി എത്രത്തോളം ബാധിച്ചു എന്നൊക്കെയുള്ളത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇത് എന്നേക്കുമായി ഇല്ലാതാക്കാൻ ചില ആളുകൾ പറയുന്ന പോലെ പാകിസ്ഥാൻ അടിച്ച് നിരപ്പാക്കുക എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ഒന്നും നടക്കുന്നൊരു കാര്യമല്ല. പാകിസ്ഥാൻ അടിച്ച് നിരപ്പാക്കി അവിടുത്തെ ഭരണം കൂടി നമ്മൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ ഇനി അവിടുത്തെ ജനതയുടെ ഒരു ഡെവലപ്മെൻറ്റും അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതിനൊക്കെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് വലിയ തലവേദന പിടിച്ച കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നൊരു കാര്യമാണ് ഒരു യുദ്ധം എന്നൊക്കെ പറയുന്നത്. പക്ഷേ യുദ്ധം ആളുകൾക്ക് പലപ്പോഴും തുടങ്ങുമ്പോൾ വലിയ സന്തോഷമൊക്കെ ഉണ്ടാക്കും. പക്ഷേ ലോകത്തെല്ലാ യുദ്ധങ്ങളും നമ്മൾ എടുത്തു വെച്ച് നോക്കിയാൽ അതിൻ്റെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, യുദ്ധമൊക്കെ തുടങ്ങുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ തുടങ്ങി അതിൻ്റെ ഭീകരതയിലേക്കൊക്കെ എത്തുമ്പോൾ നമുക്കിവിടെ ചിലപ്പോൾ അരി കിട്ടാതാവും, അല്ലെങ്കിൽ അരിക്ക് ചിലപ്പോൾ 250 രൂപ കൊടുക്കേണ്ടി വരും, നമുക്ക് മണ്ണെണ്ണ കിട്ടാതാവും, നമുക്ക് റേഷൻ കിട്ടാതാവും, നമ്മുടെ ജോലികളിൽ വലിയ തോതിൽ കുറവുണ്ടാകും, നമ്മൾ ചിലപ്പോൾ ഫ്ലൈ ചെയ്യാനും നമ്മുടെ സാധാരണ നീക്കങ്ങൾക്കുമൊക്കെ തന്നെ മൂവ്മെൻറ്റിനൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ, നമ്മൾ ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ജോലി കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ട് വരും, ചിലപ്പോൾ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥകൾ വരും, ചിലപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ചാർജുകൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇപ്പം തന്നെ പാകിസ്ഥാൻ്റെ വ്യോമമേഖലയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയാത്തതുകൊണ്ടുള്ള പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരുമ്പോൾ പലപ്പോഴും ഒരു പോപ്പുലറായിട്ടുള്ള
ആദ്യം അടിക്കട എന്നൊക്കെ പറഞ്ഞ് ഗവൺമെന്റിന്റെ പുറകെ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ ഗവൺമെന്റുകൾക്ക് പോലും എതിരായി മാറുന്ന കാഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അത് ലോകത്ത് പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വിൻസ്റ്റൺ ചർച്ചിൽ ആ സമയത്ത്, അതായത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ അവിടെ വലിയ ഹീറോ ആയിരുന്നു ആ രാജ്യത്ത്. പക്ഷെ അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ദാരുണമായി പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഡേ ടു ഡേ ലൈഫിലെ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ വലിയ ആവേശമൊക്കെ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ യുദ്ധം ഒരിക്കലും ഒരു പരിഹാരമല്ല. യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ക്ലീഷേ ഫിലോസഫിയൊക്കെ ഉണ്ട്. ഇത് യഥാർത്ഥത്തിൽ ശരിയാണ്, ക്ലീഷേ ഫിലോസഫി അല്ല. യുദ്ധത്തിൽ പലപ്പോഴും ആരും ജയിക്കുന്നില്ല. അതുപോലെ ആണവായുധ യുദ്ധമൊക്കെ ഉണ്ടായാൽ ചിലപ്പോൾ ഇനി എത്ര പേർ ബാക്കി ഉണ്ടാകും എന്നുള്ളത് പോലും നമുക്കറിയാൻ കഴിയില്ല. ബാക്കിയുള്ളവർ തന്നെ ദുരിതവും പേറി എത്ര കാലം ജീവിക്കേണ്ടി വരും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഹിരോഷിമയും നാഗസാക്കിയിലുമൊക്കെയുള്ള അനുഭവങ്ങൾ നമ്മളോട് പറയുന്നത് അതാണ്. കാരണം തലമുറകൾ കഴിയുന്നത് വരെ അത് ബാധിച്ചേക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇപ്പോൾ കാണുന്ന വലിയ സന്തോഷമൊന്നും നമുക്കൊരു യുദ്ധം നമുക്ക് ഒന്നും നേടിത്തരില്ല. അതുകൊണ്ട് യുദ്ധം ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷേ ഇതുപോലെ നമ്മളെ വന്ന് ചൊറിയാൻ വന്നാൽ ആ തക്ക സമയത്ത് നമ്മൾ വലിയ തിരിച്ചടികൾ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.